Assalamu alaikum wa rahmatullahi wa barakatuh. Here I am, Dr. Jafar Ali Archud. Alhamdulillah, salatu wassalamu ala Sayyidil Mukhlifin wa ala alihi wa sahbihi ajma'in, amma ba'd. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Wa ma tawfiqi illa billahi alayhi tawakkaltu wa ilayhi unib. പ്രിയപ്പെട്ടവരെ, മധ്യകാല ഇന്ത്യൻ ചരിത്രത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആഗോള ഇസ്ലാമിക ഭരണകൂടങ്ങൾ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുകയും ഇന്ത്യയെ കീഴടക്കാനുള്ള പ്രയത്നങ്ങൾ നടത്തുകയും ചെയ്തത് നാം കഴിഞ്ഞ ലെക്ചറുകളിൽ മനസ്സിലാക്കി. ബാഹ്യമായിട്ടുള്ള ഭരണ സംവിധാനങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു വരികയും ഇന്ത്യയിലെ സമ്പാദ്യത്തെ കൈക്കലാക്കിക്കൊണ്ട് തിരിച്ചു പോവുകയുമാണ് ചെയ്തിരുന്നത് എന്ന് നാം അതിലൂടെ മനസ്സിലാക്കി. എന്നാൽ ഈ ഒരു നടപടിക്രമത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് കേവല സൈനികപരമായിട്ടുള്ള ഒരു മുന്നേറ്റം മാത്രമല്ലാണ്ട് കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുകൾ ഇന്ത്യയിലേക്ക് നടത്തുന്നത് ഡൽഹി സുൽത്താനേറ്റുകളാണ്. സുൽത്താൻമാരുടെ കാലഘട്ടം വളരെ പ്രധാനമായിട്ട് നാം മനസ്സിലാക്കേണ്ടതും കൃത്യമായിട്ടത് വായിക്കേണ്ടതും തന്നെയാണ്. ആധുനിക ഇന്ത്യയുടെ തിരുശേഷിപ്പുകളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള പല ഘടകങ്ങളുടെയും രൂപീകരണവും ഐക്യ ഇന്ത്യ എന്ന് പറയുന്ന ഒരു യുണൈറ്റഡ് ഇന്ത്യയെ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുള്ള ഈ മുസ്ലിം ഭരണകൂടങ്ങൾ, ആ ഭരണകൂടങ്ങളുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യങ്ങളൊക്കെ ഈ വായനയിലൂടെ നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കേണ്ടതുണ്ട്. എന്താണ് ഡൽഹി സുൽത്താനേറ്റ്? Delhi Sultanate refers to the 5 short-lived Muslim kingdom, Turkic and Pashtun origin, that ruled the territory of Delhi between 1206 to 1526 C. Of course, ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുള്ള ആദ്യത്തെ മുസ്ലിം ഭരണകൂടമാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് നമുക്കറിയാം. മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ ചരിത്രം മുഹമ്മദ് ബിൻ ഗോറിയിലേക്ക് എത്തുമ്പോഴേക്ക് കൃത്യമായിട്ട് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ രൂപീകരണം, സംവിധാന രൂപീകരണം നടത്താൻ മുസ്ലിം ഭരണാധികാരികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ അതിനെ ഇന്ത്യയെ ഒരു ഭരണപ്രദേശമാക്കി നിർത്തുന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയ മേലാധികാരത്തെ ഉറപ്പിക്കുന്നത് ഡൽഹി സുൽത്താൻമാർ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നതോടുകൂടെയാണ്. മുഹമ്മദ് ഗോറി വരേക്ക് ഒരു ചരിത്രം പറഞ്ഞു നിർത്തുകയല്ല നമ്മൾ ചെയ്യുന്നത്. ഗോറിയുടെ ചരിത്രത്തിൽ നിന്ന് തുടർന്നു പോവുക തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗങ്ങൾ പറഞ്ഞപ്പോൾ അവർ ഇന്ത്യയിലേക്ക് നേരിട്ട് ഭരണ സംവിധാനങ്ങളിൽ ഇടപെടാൻ താല്പര്യം കാണിക്കാത്തവരാണ് എന്നുള്ളത് കൊണ്ട് അത് ഇന്ത്യയുടെ പിന്നീടുള്ള പിൽക്കാല ചരിത്രങ്ങളിൽ നിന്ന് അടർത്തി മാറ്റപ്പെടണം എന്നുള്ളതല്ല മനസ്സിലാക്കേണ്ടത്. 1206 മുതൽക്ക് 1526 വരേക്ക് ഡൽഹി കേന്ദ്രീകൃതമാക്കി ഭരണം നടത്തിയിട്ടുള്ള തുർക്കികളെയും അഫ്ഗാനികളുടെയും ഭരണകൂടത്തെയാണ് നമുക്ക് ഡൽഹി സുൽത്താനേറ്റ് എന്ന് വിളിക്കാൻ പറ്റുക. The 5 dynasties included in the Delhi Sultanates.
5 പ്രബലരായിട്ടുള്ള വംശങ്ങളുടെ ഒരു ഭരണ കാലഘട്ടമാണ് പൊതുവായിട്ട് ഡൽഹി സുൽത്താനേറ്റ് എന്നുള്ള ഒരു ഗണത്തിൽ നമ്മൾ എണ്ണാറും. അതിലേക്ക് പോകുന്നതിന് മുമ്പ് പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മധ്യകാല ഇന്ത്യയെ നമുക്ക് രണ്ടായിട്ടാണ് ആ ഭരണകൂടങ്ങളുടെ ചരിത്രത്തെ വേർതിരിക്കുക. മുന്നേ പല ക്ലാസ്സുകളിലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ മധ്യകാല ഇന്ത്യയിലെ പ്രബലരായിട്ടുള്ള ഒരു ഭരണകൂടമായിരുന്നു സുൽത്താൻമാർ. ഡൽഹി സുൽത്താനേറ്റ് എന്ന് പിന്നീട് ചരിത്ര രേഖകളിലും ചരിത്രകാരന്മാരും വിശേഷിപ്പിച്ചിട്ടുള്ള സുൽത്താനേറ്റ് പീരീഡ്. പിന്നീട് സുൽത്താൻമാർ പരാജയപ്പെടുത്തിക്കൊണ്ട് വളരെ കൃത്യമായിട്ടൊരു വംശ ഭരണകൂടത്തിന് സ്ഥാപനം നൽകിയവരാണ് മുഗൾ ചക്രവർത്തിമാർ. മംഗോളിയൻ പിൻഗാമികളായിട്ട് പിന്നീട് ഇന്ത്യയിലേക്ക് കടന്നു വരികയും ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരത്തിൽ സ്വയം തങ്ങളുടേതായിട്ടുള്ള സ്വാധീനം ചെലുത്തുകയും ചെയ്തിട്ടുള്ള മുഗൾ ചക്രവർത്തിമാർ പിന്നീട് ഈ ഒരു അധികാരം പിന്തുടർന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഡൽഹി സുൽത്താൻമാരും മുഗളന്മാരും എന്നുള്ള 2 പ്രബലരായിട്ടുള്ള ഭരണകൂടങ്ങൾക്കിടയിലാണ് മധ്യകാല ഇന്ത്യയുടെ മുസ്ലിം ചരിത്രം, അതല്ലെങ്കിൽ മധ്യകാല ഇന്ത്യയുടെ ചരിത്രം, ഭരണചരിത്രവും ഒക്കെ കിടക്കുന്നത് എന്ന് നമ്മൾ ഒരു പ്രാഥമികമായിട്ടുള്ള അറിവ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതിൽ ഡൽഹി സുൽത്താനേറ്റാണ് നമ്മൾ പറഞ്ഞത് 1206 മുതൽ 1526 വരെയൊക്കെ ഭരണം നടത്തിയ വിഭാഗം എന്നുള്ളത്. ആ ഡൽഹി സുൽത്താനേറ്റ് തന്നെ 5 പ്രധാനപ്പെട്ട ഗോത്രങ്ങളുടെ വംശങ്ങളുടെ പരമ്പരയാണ് ഭരണം നടത്തിയിട്ടുള്ളത്. 1206 മുതൽക്ക് 1219 വരേക്ക് 1290 വരേക്ക് പ്രബലരായിട്ടുള്ള മംലൂക്ക് സുൽത്താൻമാരുടെ കാലഘട്ടമാണ്. മംലൂക്ക് ഡൈനാസ്റ്റി പിന്നീട് ഇന്ത്യൻ ചരിത്രത്തിൽ സ്ലേവ് ഡൈനാസ്റ്റി എന്ന പേരിലും ഇൽഖാനിദിൽ എന്ന് ചില ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന മാംലൂക്കുകളുടെ ഒരു കാലഘട്ടമാണ്. ഇതിനെ 1ാം ഘട്ടം എന്ന് പറയുന്നത്. 5 ഭരണകൂടങ്ങളിൽ ആദ്യത്തേത് മാംലൂക്ക് ഡൈനാസ്റ്റി, സ്ലേവ് ഡൈനാസ്റ്റി എന്ന് വളരെ പോപ്പുലറായിട്ട് അറിയപ്പെടുന്നു എന്നുള്ളതാണ്. മാംലൂക്കുകളെ പരാജയപ്പെടുത്തിക്കൊണ്ട് 1290 ഖിൽജി ഡൈനാസ്റ്റി അധികാരത്തിലേക്ക് കടന്നു വരുന്നു. ഖിൽജി ഭരണത്തിലെ വളരെ പ്രബലരായിട്ടുള്ള ഭരണാധികാരികൾ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായിട്ടുള്ള ഡൽഹി പിടിച്ചെടുക്കുകയും ഭരണം നടത്തുകയും ചെയ്യുന്നു. 1320 ആയപ്പോഴേക്ക് ഖിൽജികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് തുഗ്ലക് ഡൈനാസ്റ്റി ഇന്ത്യയുടെ സിരാകേന്ദ്രത്തിൽ തങ്ങളുടെ അധികാരം സ്ഥാപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 1320 മുതൽക്ക് 1414 വരേക്ക് 1322-1414 വരേക്ക് India ruled by Tughlaq dynasty. Then after the fall of the Tughlaqs, Sayyids emerged in Indian politics. പിന്നീട് ഇതിൻ്റെ അധികാരത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു ഭരണകൂടമാണെങ്കിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പാക്കാൻ സയ്യിദ് ഭരണകൂടത്തിന് സാധിച്ചു എന്നുള്ളതാണ്. 1414 മുതൽക്ക് 1451 വരേക്കുള്ള ഒരു കാലഘട്ടമാണ് സയ്യിദുകൾ ഇന്ത്യയിലെ രാഷ്ട്രീയ അധികാരത്തെ സ്വാധീനിച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നീട് ഡൽഹി സുൽത്താൻമാരുടെ പതനത്തിലേക്കും ആ പതനത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്ന ലോധികൾ അധികാരത്തിലേക്ക് വരുന്നു. 1451 അധികാരത്തിലേക്ക് വന്ന ലോധികൾ 1526 മുഗൾ ചക്രവർത്തിയായി പിന്നീട് ഇന്ത്യയിൽ മുഗൾ ഭരണകൂടത്തിന് അടിത്തറ പാകിയിട്ടുള്ള ബാബറിനോടുള്ള ഏറ്റുമുട്ടലിലൂടെ പാനിപ്പറ്റ് യുദ്ധത്തിലെ പരാജയത്തിലൂടെ യഥാർത്ഥത്തിൽ സുൽത്താൻ ഭരണം അവസാനിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ 5 പ്രബലരായിട്ടുള്ള ഭരണകൂടങ്ങൾ ഏകദേശം 1206 മുതൽക്ക് 1526 വരേക്കുള്ള 320 വർഷത്തോളം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തെ നിയന്ത്രിച്ചിരുന്ന ഒരു ഭരണ സംവിധാനത്തെയാണ് നമ്മൾ സുൽത്താനേറ്റ് പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവരുടെ അധികാരത്തിലേക്ക് പിന്നീട് പെട്ടെന്ന് മുഗളന്മാർ കടന്നു വരുന്നു. അതിലൂടെ പിന്നീട് ലോക ചരിത്രത്തിൽ തന്നെ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള മുഗൾ ചക്രവർത്തിമാരുടെ കാലഘട്ടമാണ് ഇന്ത്യയിൽ നിന്ന് നമുക്ക് കാണാവുന്നതാണ്. Then the Delhi Sultanate was a major Muslim sultanate from the 13th to the 16th century in India. ഇന്ത്യയിലെ പ്രബലരായ ഭരണകൂടങ്ങളിൽ എടുത്തു പറയാവുന്ന ഒരു ഭരണകൂടം തന്നെയാണ് 13 മുതൽക്ക് 16 നൂറ്റാണ്ട് വരേക്ക് ഭരണം നടത്തിയിട്ടുള്ള ഈ ഡൽഹി സുൽത്താൻമാർ എന്നുള്ളത്.
After the victory of the Tarain, Gauri returned to his kingdom. തറൈൻ യുദ്ധം നമ്മൾ കണ്ടതാണ്. പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് തൻ്റെ അധികാരം ഇന്ത്യയിൽ ഉറപ്പിക്കുന്ന ഗോറി അദ്ദേഹം തിരിച്ച് തൻ്റെ യുദ്ധമുതലുകൾ കൊണ്ട് ഗസ്നിലേക്ക് തന്നെ മടങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റുന്നു. ബട്ട് ആ യാത്രക്കിടയിൽ അല്ലെങ്കിൽ ആ ഒരു തിരിച്ചുപോക്കിനിടയിൽ മുന്നേ ഉണ്ടായിരുന്ന കേവല മടക്കത്തിനപ്പുറത്തേക്ക് he left his trusted lieutenant and former slave Qutbuddin Aibak behind to rule on his behalf. തനിക്ക് രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കാൻ സാധിച്ചിട്ടുള്ള ഇന്ത്യയുടെ ഈ ഒരു നോർത്തേൺ പാർട്ടിൽ തൻ്റെ പിൻഗാമിയോ തൻ്റെ പ്രതിനിധിയോ ആയിട്ട് തൻ്റെ തന്നെ അടിമയായിട്ടുള്ള ഖുത്ബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന തൻ്റെ സൈന്യാധിപനെ അവിടെ ഏൽപ്പിച്ചു പോകുന്നു. സൈനികപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾക്കും അതിൻ്റെ നിയന്ത്രണങ്ങളും പരിപൂർണമായിട്ട് ഖുത്ബുദ്ദീൻ ഐബക്കിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് ബാറ്റിൽ ഓഫ് തറൈനിലെ വിജയത്തിന് ശേഷം ഗസ്നിയിലേക്ക് ഗോറി മടങ്ങുന്നത്. This marked the beginning of the slave or Mamluk dynasty in North India, or the northern part of the country. ഇന്ത്യയുടെ തെക്കൻ ഭാഗങ്ങളിൽ, ഇന്ത്യയുടെ നോർത്തേൺ ഭാഗങ്ങളിൽ വടക്കൻ പ്രദേശങ്ങളെ പിന്നീട് തങ്ങളുടെ ഭരണാധികാരത്തിലേക്ക് കൊണ്ടുവരാൻ സുൽത്താൻമാർക്ക് സാധിച്ചത്, അല്ലെങ്കിൽ സ്ലേവ് ഡൈനാസ്റ്റിക്ക് സാധിച്ചത് ഖുത്ബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന ഗോറി ഇവിടെ നിയോഗിച്ചു പോയിട്ടുള്ള ഈ ഒരു സൈനിക നേതാവിൻ്റെ കീഴിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കും. അങ്ങനെ 1206 ഡൽഹി സുൽത്താൻമാരെ തങ്ങളുടെ അധികാരത്തെ, അല്ലെങ്കിൽ ഖുത്ബുദ്ദീൻ ഐബക്ക് ഡൽഹിയിൽ തൻ്റെ അധികാരം പ്രഖ്യാപിക്കുന്നതോടുകൂടെ സുൽത്താനേറ്റ് ഭരണകൂടം തുടങ്ങുന്നു. 1526 വരേക്ക് 320 വർഷത്തെ ചരിത്രമാണ് പിന്നീട് നമ്മൾ സുൽത്താൻ ഭരണകൂടത്തിൽ കാണുന്നത് എന്നുള്ളതാണ്. ദെൻ അവരുടെ ഒരു സ്വഭാവം അനുസരിച്ചുകൊണ്ട് ദ അഡ്മിനിസ്ട്രേഷൻ വാസ് ബേസ്ഡ് ഓൺ ദി ഇസ്ലാമിക് ലോ ഓർ ദി ഇസ്ലാമിക് ശരിയ. തികച്ചും ഒരു മുസ്ലിം ഭരണകൂട സംവിധാനമായതുകൊണ്ട് തന്നെ ഡൽഹി സുൽത്താൻമാരുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് ഇസ്ലാമിക ഭരണകൂടം തന്നെയായിരുന്നു. ഇസ്ലാമിക നിയമ സംഹിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിക് ശരീഅത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഭരണ സംഹിത നിയന്ത്രിച്ചിരുന്ന ഒരു ഭരണകൂടമാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. മാത്രമല്ല എ തിയോക്രാറ്റിക് ആൻഡ് മിലിറ്ററി സ്റ്റേറ്റ്, സൈനികപരമായിട്ടുള്ള ഒരു രാഷ്ട്രമാണത്. കൃത്യമായിട്ടൊരു ഭരണാധികാരിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു രാഷ്ട്രമായിട്ട് അങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് പവറിനെ കൊണ്ടുവരാൻ സുൽത്താൻമാർക്ക് സാധിച്ചു എന്ന് നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ 1526 വരേക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിനകത്ത് ആദ്യമായിട്ട് ഇന്ത്യയുടെ നോർത്തേൺ പാർട്ടുകൾ കൃത്യമായി തങ്ങളുടെ അധീനതയിലേക്ക് കൊണ്ടുവരാൻ സുൽത്താൻമാർക്ക് സാധിച്ചു. പ്രത്യേകിച്ച് ഖുത്ബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന ശക്തനായിട്ടുള്ള ഈ ഒരു അടിമ സൈന്യാധിപന് സാധിച്ചു. അതോടുകൂടെ ഇന്ത്യയിലെ ശക്തമായിട്ടുള്ള ഡൽഹി സുൽത്താനേറ്റ് ഭരണം തുടങ്ങുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇനി നാം പോകുന്നത് സുൽത്താനേറ്റ് ഭരണകൂടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമായിട്ടുള്ള സ്ലേവ് ഡൈനാസ്റ്റി, മാംലൂക്സുകളുടെ ചരിത്രം ഒന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട്. മാംലൂക്കുകളെ ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് കടന്നു വരുന്നു. തുർക്കി ബേസ് ചെയ്തിട്ടുള്ള അടിമവംശമായിരുന്നു. മുഹമ്മദ് ഗസ്നിയും മുഹമ്മദ് ഗോറിയും ഒക്കെ തങ്ങളുടെ അടിമകൾക്ക് സൈന്യാധിപരമായിട്ട് ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുകയും അതിലൂടെ വളരെ ഉന്നതമായിട്ടുള്ള പദവികളിലേക്ക് അവർ കടന്നു വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. At the death of the Muhammad Ghori, Aibak declared his independence and set up his own rule at Indraprastha, near Delhi. He severed all connection with the Ghori kingdom and founded slave dynasty as well as Delhi Sultanate. പറയുന്ന തൻ്റെ യജമാനനെ, ഭരണാധികാരിയെ പരിപൂർണമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഒരു രാഷ്ട്ര സംവിധാനത്തിന് കാവൽ നിൽക്കുന്ന ഒരു ഏർപ്പാട്, അതല്ലെങ്കിൽ ഒരു കാവൽക്കാരനായിട്ടായിരുന്നു ഖുത്ബുദ്ദീൻ ഐബക്ക് ഇന്ത്യയിലുണ്ടായിരുന്നത്. ഗോറി നിർത്തിവെച്ചിരുന്നിടത്ത് നിന്ന് ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് സൈനികപരമായിട്ട് മുന്നേറാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതായിരുന്നു. അങ്ങനെ
ഗോറി ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള ഒരു പ്രദേശമായി, ഒരു പ്രൊവിൻസായി ആ പ്രദേശത്തെ നിയന്ത്രിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിട്ട് തൻ്റെ കടമ കൃത്യമായിട്ട് നിർവഹിക്കുകയാണ് കുത്തുബുദ്ദീൻ ഐബക്ക് ചെയ്തിരുന്നത്. എന്നാൽ അറ്റ് ദ ഡെത്ത് ഓഫ് മുഹമ്മദ് ഗോറി, ഐബക്ക് ഡിക്ലെയർ ഹിസ് ഇൻഡിപെൻഡൻസ് ആൻഡ് സെറ്റപ്പ് ഹിസ് ഓൺ റൂൾ അറ്റ് ഇന്ദ്രപ്രസ്ഥ. മുഹമ്മദ് ഗോറി മരണപ്പെടുകയും അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ഇല്ലാതിരിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പ്രദേശങ്ങൾ വിഭജിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപ്രകാരം ഇന്ത്യയുടെ ഭാഗങ്ങളും കുത്തുബുദ്ദീൻ ഐബക്ക് തൻ്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു. ഡൽഹി തൻ്റെ തലസ്ഥാന നഗരിയായിട്ട് അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. ഡൽഹിയിലേക്കുള്ള സുൽത്താനേറ്റിൻ്റെ ഭരണമാറ്റവും തലസ്ഥാന മാറ്റവും പിന്നീടാണ് സംഭവിക്കുന്നതെങ്കിലും ഇന്ത്യയുടെ കേന്ദ്രപ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഭരണ സംവിധാനത്തിന് തുടക്കം കുറിക്കാൻ കുത്തുബുദ്ദീൻ ഐബക്കിന് സാധിച്ചു എന്നുള്ളതാണ്. 1206 മുതൽക്ക് 1210 വരേക്കുള്ള 4 വർഷമാണ് ധീരനായിട്ടുള്ള ഈ ഒരു സൈനിക നേതാവിന് ഇന്ത്യയുടെ അധികാരത്തിൽ തൻ്റേതായിട്ടുള്ള സ്വാധീനം ചെലുത്താൻ പറ്റിയത്. എന്നാൽ ആ ഒരു പീരീഡിനകത്ത് തന്നെ തൻ്റെ ഭരണകൂടമായിട്ടുള്ള ഗോറിഡുകളോട് കൃത്യമായിട്ട് ഇടപെടാനും സംവിധാനിക്കാനും ബഹുമാനം കീപ്പ് ചെയ്യാനും ഒക്കെ കുത്തുബുദ്ദീൻ ഐബക്ക് തയ്യാറായി എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നു. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹിസ് റൂളർ, he founded his own dynasty in India as well as the Delhi Sultanate. തൻ്റെ യജമാനൻ അല്ലെങ്കിൽ തൻ്റെ രാജാവ് ഭരണാധികാരി മരണപ്പെടുമ്പോഴാണ് അദ്ദേഹം ഇന്ത്യയിൽ സ്വന്തമായിട്ടൊരു ഭരണകൂടം സ്ഥാപിക്കണമെന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നത്. അസ്യൂംഡ് ദ ടൈറ്റിൽ ഓഫ് സുൽത്താൻ. അങ്ങനെ സുൽത്താൻ എന്ന് പറയുന്ന ഒരു പദവി അദ്ദേഹം അവരോധിക്കുകയും മേഡ് ലാഹോർ ഈസ് ക്യാപിറ്റൽ, ലാഹോറിനെ തൻ്റെ തലസ്ഥാന നഗരിയായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അന്ന് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള പാകിസ്ഥാൻ പ്രദേശങ്ങളെയൊക്കെ, ആധുനിക പാകിസ്ഥാൻ്റെ പ്രദേശങ്ങളിലൊക്കെ സ്വാധീനം ചെലുത്താൻ ഇതിലൂടെ മുസ്ലിം ഭരണകൂടത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ്. പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഔട്ട് ഓഫ് ഓൾ ദ കിങ്സ് ബിലോങ്ങിങ് ടു ദി സോ കോൾഡ് സ്ലേവ് ഡൈനാസ്റ്റി, സ്ലേവ് ഡൈനാസ്റ്റിക്ക് അകത്തുള്ള എല്ലാ ഭരണാധികാരികളും ഈ അടിമകളായിരുന്നു എന്നുള്ള ധാരണ അടിമവംശം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ടതില്ല. There was only 3, like Qutbuddin Aibak, Iltutmish and Balban, were the slaves. അടിമവംശത്തിൽ ഭരണം നടത്തിയിട്ടുള്ള ഭരണാധികാരികളിൽ 3 ആളുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അടിമകൾ എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ പെടാനും അടിമകൾ പിന്നീട് രാജാക്കന്മാരായിട്ട് വളർന്നു വരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഖുത്ബുദ്ദീൻ ഐബക്കും ഇൽതുത്മിഷും ബാൽബനുമായിരുന്നു അവർ എന്നുള്ളതാണ്. ബട്ട് ഈവൻ ദേ വർ മാനുമേറ്റഡ് ബൈ ദർ മാസ്റ്റേഴ്സ്. അവർ അധികാരത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് തങ്ങളുടെ യജമാനന്മാരിൽ നിന്ന് സ്വതന്ത്ര പട്ടം വാങ്ങിച്ചുകൊണ്ട് അടിമത്തത്തിൻ്റെ വിമോചനം നേടിക്കൊണ്ട് അധികാരത്തിലേക്ക് വന്നിരുന്ന ആളുകൾ കൂടെയാണ്. ഇസ്ലാമിക ശരീഅത്തിൻ്റെ, ഇസ്ലാമിക നിയമത്തിൻ്റെ ഒരു വലിയ ഘട്ടം നമ്മളവിടെ കാണേണ്ടതുണ്ട്. ഭരണാധികാരിയായി സ്വയം പ്രഖ്യാപിക്കണമെങ്കിൽ ഒരു സ്വതന്ത്ര വ്യക്തിക്ക് മാത്രമേ അതിന് സാധിക്കൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ അടിമകളായിരുന്നു എങ്കിൽ പോലും പിന്നീട് ഭരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള സ്വാതന്ത്ര്യം നേടാൻ ഇവർക്കൊക്കെ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ വന്ന ഖുത്ബുദ്ദീൻ ഐബക്ക് വാസ് ദ റിയൽ ഫൗണ്ടർ ഓഫ് ദി ടർക്കിഷ് ഡൊമീനിയൻ ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ തുർക്കി ഭരണകൂടത്തിന് സ്വാധീനം ചെലുത്താനും തുർക്കി ഭരണകൂടത്തിന് തുടക്കം കുറിക്കാനും സ്ലേവ് ഡൈനാസ്റ്റിയെ പ്രാരംഭം കുറിച്ചുകൊണ്ട് ഡൽഹി സുൽത്താനേറ്റിൻ്റെ ശക്തമായിട്ടുള്ള
ഒരു ഭരണം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുമൊക്കെ കുത്തുബുദ്ദീൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കുത്തുബുദ്ദീൻ്റെ ചെറുതായിട്ടുള്ള ഷോർട്ട് ബയോഗ്രഫി നമുക്കൊന്ന് കാണേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിലെ അധികാരത്തിലേക്ക് വരുമ്പോൾ സുൽത്താനായിട്ട് അദ്ദേഹം മാറുന്നതിന് മുമ്പ് അദ്ദേഹം ഗോറിയുടെ വിശ്വസ്തനായിട്ടുള്ള ഒരു അടിമയായിരുന്നു എന്നുള്ളതാണ്. ഗോറിയുടെ ഈ വിശ്വസ്തനായിട്ടുള്ള അടിമ ഹി ബോൺ ഇൻ തുർക്കിസ്ഥാൻ. തുർക്കിസ്ഥാനിലാണ് അദ്ദേഹം ജനിക്കുന്നത്. When merely a boy, he was taken to Nishapur by a merchant. അദ്ദേഹത്തെ ചില അടിമ കച്ചവടക്കാർ പിടിച്ചുകൊണ്ട് നിഷാപൂരിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. Then where he was purchased by the local qali as a slave. നിഷാപൂർ ചന്തയിൽ നിന്ന് ഈ കുഞ്ഞിനെ അവിടുത്തെ ഒരു മതപണ്ഡിതൻ വാങ്ങിക്കുന്നു. ഈ മതപണ്ഡിതൻ പ്രൊവൈഡഡ് ഫോർ ഹിസ് റിലീജിയസ് ആൻഡ് മിലിറ്ററി ട്രെയിനിങ്. തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെ താൻ പുതുതായിട്ട് കൊണ്ടുവന്ന ഈ അടിമ പയ്യനും ആവശ്യമായിട്ടുള്ള മതവിദ്യാഭ്യാസവും മിലിറ്ററി പരിശീലനവുമൊക്കെ നൽകുന്നു എന്നുള്ളതാണ്. വെൻ കാളി ഡെയ്ഡ്, കുത്തുബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന ഈ വായന പഠിച്ചിരുന്ന നിഷാപൂരിലെ ആ മതപണ്ഡിതൻ മരണപ്പെടുന്നു. Then he was sold by Qali's son to a merchant who took him Ghazni. അങ്ങനെ ഈ കാളിയുടെ മക്കൾ കുത്തുബുദ്ദീൻ ഐബക്കിനെ വീണ്ടും കച്ചവടം നടത്തുന്നു. ആ കച്ചവടക്കാരനാണ് ഗസ്നിയിലേക്ക് കുത്തുബുദ്ദീൻ ഐബക്കിനെ കൊണ്ടുവരുന്നതും ഗസ്നി ചന്തയിൽ വെച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഗസ്നി തലസ്ഥാന നഗരിയിൽ വെച്ചുകൊണ്ട് ഗോറി കുത്തുബുദ്ദീൻ ഐബക്കിനെ വാങ്ങിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ വളരെ പ്രധാനമായിട്ടുള്ള മറ്റൊരു ഘട്ടം കൂടെ നമുക്ക് കാണേണ്ടതുണ്ട്. കുത്തുബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന ഈ ഒരു അടിമപ്പയ്യൻ മുഹമ്മദ് ഗോറി എന്ന് പറയുന്ന അഫ്ഗാൻ ഭരണകൂടത്തിൻ്റെ ഭരണാധികാരിയുടെ സംതൃപ്തി നേടിക്കൊണ്ട് പിന്നീട് ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. By his courage and generosity, Qutb attracted the attention of Ghori. ഗോറിയുടെ ശ്രദ്ധയിലേക്ക് കുത്തുബുദ്ദീൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്, കഴിവ് കൊണ്ട്, പ്രാപ്തി കൊണ്ട് കടന്നു വരുന്നു എന്നുള്ളതാണ്. That he was appointed a commander of soldiers of the army. അങ്ങനെ തൻ്റെ സൈന്യത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ തലവനായി കുത്തുബുദ്ദീൻ ഐബക്കിനെ ഗോറി അപ്പോയിന്റ് ചെയ്യുന്നു. And also he got a chance to serve Ghori as Amirul Ahur, the master of the stables. ഭരണകൂടത്തിലെ വളരെ പ്രധാനപ്പെട്ട അമീർ ആഹൂർ എന്ന് പറയുന്ന മാസ്റ്റർ ഓഫ് സ്റ്റേബിൾസ് എന്ന് പറയുന്ന തൻ്റെ സൈനിക നടപടിക്രമങ്ങളെ സാമ്രാജ്യത്തിൻ്റെ സമാധാന പരിപാലനത്തെ ഏറ്റെടുക്കാനുള്ള അവസരം കൂടെ കുത്തുബുദ്ദീൻ ഐബക്കിന് വരുന്നു എന്നുള്ളതാണ്. ചരിത്രം പിന്നെയും മുന്നോട്ട് വരുന്നു. ആഫ്റ്റർ ദി ബാറ്റിൽ ഓഫ് ദി second battle of the Tarain, Qutb was placed in charge of India conquest. തറയിന് ശേഷം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ കോൺക്വസ്റ്റുകളുടെ, ഇന്ത്യൻ സൈനിക മുന്നേറ്റത്തിൻ്റെ ഒക്കെ പരിപൂർണ ചുമതല കുത്തുബുദ്ദീൻ ഐബക്കിന് കൈമാറുന്നു ഗോറി എന്നുള്ളതാണ്. Then Qutbuddin Aibak established a good administration and extension policy, made Delhi as his headquarters. അങ്ങനെയാണ് ഡൽഹി തൻ്റെ തലസ്ഥാന നഗരിയായി അല്ലെങ്കിൽ തൻ്റെ ഭരണ പ്രദേശമായി തൻ്റെ സൈനിക മുന്നേറ്റത്തിൻ്റെ അടിസ്ഥാന കേന്ദ്രമായിട്ട് തിരഞ്ഞെടുത്തുകൊണ്ട് അദ്ദേഹം പിന്നീട് സൈനിക മുന്നേറ്റവും രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമൊക്കെ നടത്തുന്നതിന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. In order to strengthen his position,
Qutb ended matrimonial alliance with important personalities. ഗോറിക് ഭരണകൂടത്തിന് കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്ന പല ആളുകളുടെയും ഭീഷണിയെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ തന്ത്രമാണ് പിന്നീട് ഖുത്ബുദ്ദീൻ ഐബക്ക് ഏറ്റെടുക്കുന്നത്. അതുപ്രകാരം ഗോറിഡ് എംപയറിൽ ശക്തമായിട്ടുള്ള അധികാര വടംവലി ഉണ്ടായിരുന്ന രണ്ട് വ്യക്തികളുമായിട്ട് ഒരു വൈവാഹിക യോജിപ്പിലേക്ക് വരാൻ ഖുത്ബുദ്ദീൻ ഐബക്കിന് സാധിച്ചു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായിട്ട് താജുദ്ദീൻ യിൽദിസ് എന്ന് പറയുന്ന തൻ്റെ പ്രതിയോഗിയെ കല്യാണം കഴിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ഉദ്യമത്തിന് തുടക്കം കുറിക്കുന്നത്. അതേപോലെ തന്നെ തൻ്റെ സിസ്റ്ററെ നസറുദ്ദീൻ ഖുബാച്ച എന്ന് പറയുന്ന ശക്തനായിട്ടുള്ള തൻ്റെ പ്രതിയോഗിക്ക് വിവാഹം കഴിച്ചുകൊണ്ട് ഇത്തരം ഒരു രാഷ്ട്രീയ മുന്നേറ്റം നടത്തുന്നതിന് ഖുത്ബുദ്ദീൻ ഐബക്കിന് സാധിച്ചു എന്നുള്ളതാണ്. ഇൽതുത്മിഷ് എന്ന് പറയുന്ന പിന്നീട് തൻ്റെ പിൻഗാമിയായിട്ട് അധികാരത്തിലേക്ക് വരുന്ന ഈ തെക്കീ ഭരണകൂടത്തിൻ്റെ അഫ്ഗാൻ ഭരണ സംവിധാനങ്ങളുടെ പ്രബലരായിട്ടുള്ള കുലീനവർഗങ്ങളിലെ പ്രധാനിയായിട്ടുണ്ടായിരുന്ന ഇൽതുത്മിഷിന് തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുത്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ ഖുത്ബുദ്ദീൻ ഐബക്കിന് സാധിക്കുന്നതോട് കൂടെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തലവര മാറുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഡിപ്ലോമാറ്റിക് പോളിസിയാണ് അദ്ദേഹം ഭരണ കാര്യങ്ങളിൽ പരിപൂർണമായിട്ട് നടപ്പിലാക്കിയത്. അതിലൂടെയാണ് അദ്ദേഹത്തിന് ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരത്തെ സ്ഥായിയായി നിലനിർത്താൻ സാധിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ദെൻ ബാറ്റിൽ ഓഫ് തറൈൻ വിജയിച്ചുകൊണ്ട് 1192 അദ്ദേഹം അജ്മീറിലേക്ക് തൻ്റെ സൈന്യത്തെ നയിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അജ്മീരിലെ ശക്തമായിട്ടുള്ള പൃഥ്വിരാജ് ചൗഹാന്റെ മകനടക്കമുള്ള ആളുകളുടെ വിയോജിപ്പുകളെ മറികടന്നുകൊണ്ട് അജ്മീരിനെ തനിക്ക് കീഴടക്കാനും അതിലൂടെ ഗോറിഡ് വംശത്തിലേക്ക് കപ്പം വാങ്ങിക്കുന്നതിന് ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു. എന്നാൽ വീണ്ടും ശക്തമായിട്ടുള്ള ചില പ്രതിരോധങ്ങളും കലാപങ്ങളും ഉണ്ടായപ്പോൾ 1194 he suppressed the all revolts and controlled അജ്മീർ ഡയറക്റ്റ്. അജ്മീരിൻ്റെ ഭരണം, അതായത് അജ്മീരിനെ ഇന്ത്യയിലെ മുസ്ലിം ഭരണകൂടത്തോട് കൂട്ടിയോജിപ്പിക്കുന്നു. അതോടുകൂടെ രജപുത്ത് ഭരണത്തിന് നാന്ദി കുറിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അതേപോലെ തന്നെ വളരെ പ്രധാനമായിട്ട് നമുക്ക് കാണേണ്ട മറ്റൊന്നായിരുന്നു മഹാബും ബദാമുനും പോലുള്ള ഇന്ത്യയിലെ റിച്ചസ്റ്റ് സിറ്റികളിലേക്ക് കടന്നു പോകുവാനും അവിടെ നിന്ന് സൈനികപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത്. കലിഞ്ചാർ എന്ന് പറയുന്ന ഈ ചൗഹാൻ ഭരണകൂടത്തിൻ്റെ പ്രധാനപ്പെട്ട കോട്ട പിടിച്ചടക്കിക്കൊണ്ട് ചൗഹാൻ ഭരണകൂടത്തിന് വലിയ രീതിയിലുള്ള ഒരു അവസാനത്തെ തിരിച്ചടി നൽകുന്നതിനും സാധിച്ചത് ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെ മുന്നേറ്റം തന്നെയായിരുന്നു. തൻ്റെ തന്നെ സൈന്യാധിപനായിട്ടുള്ള ഇഖ്തിയാറുദ്ദീൻ പിന്നീട് ബീഹാറിലേക്കും ബംഗാളിലേക്കും ഈ ഒരു അധികാര വ്യാപനം സൈനിക മുന്നേറ്റം നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആ രീതിയിൽ ബാറ്റിൽ ഓഫ് തറൈൻ ഗോറി മടങ്ങിയതിന് ശേഷം പിന്നീട് ഈ ഒരു ഉദ്യമത്തെ പരിപൂർണമായിട്ട് വിജയിപ്പിച്ചെടുക്കാനും ഇന്ത്യയുടെ നോർത്തേൺ പാർട്ടിൻ്റെ പ്രധാന പ്രദേശങ്ങളിൽ നിന്ന് ബംഗാൾ ഒറീസ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് സൈന്യത്തെ നയിക്കാനും ഒക്കെ ഇതിലൂടെ അവർക്ക് സാധിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ്. ബീഹാറും ബംഗാളുമൊക്കെ പിന്നീട് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിട്ട് വരികയും പല രീതിയിലുള്ള പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഇതിന് 1206 നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഗോറി മരിക്കുന്നതോടുകൂടെ അദ്ദേഹം അധികാരത്തിലേക്ക് വരുന്നു. ബിക്കോസ് ഗോറി ഹാഡ് ലെഫ്റ്റ് നോ മെയിൽ സക്സസർ ഓർ മെയിൽ ഹെയർ. തനിക്ക് പിൻഗാമിയായിട്ടൊരു ആൺകുട്ടി ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഗോറി അധികാരം അല്ലെങ്കിൽ തനിക്ക് ശേഷം പിന്നീട് കൃത്യമായിട്ടൊരു ഭരണാധികാരി നിശ്ചയിക്കാൻ സാധിക്കാതെ ഇരുന്നത്. അങ്ങനെ the governor of Kirman, Tajuddin Yildiz, ascended the throne of Ghazni. ഗസ്നിയിലെ ഗോറിയുടെ പിൻഗാമിയായിട്ട് കിർമാനിലെ ഗവർണറായിരുന്ന താജുദ്ദീൻ യൽദിസ് അധികാരത്തിലേക്ക് കയറി വരുന്നു.
അതേപോലെ തന്നെ കുത്തുബുദ്ദീൻ സക്സീഡഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കുത്തുബുദ്ദീൻ ഐബക്ക് തൻ്റെ അധികാരം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ 1206 ജൂൺ മാസം 24 അദ്ദേഹം തൻ്റെ സൈനിക മുന്നേറ്റങ്ങളുടെ കേന്ദ്രമായിരുന്ന ഡൽഹിയിൽ നിന്ന് ലാഹോറിലേക്ക് പോയി അവിടെ ഈ പ്രദേശങ്ങളുടെ ഭരണാധികാരിയായി സ്വയം പ്രഖ്യാപിക്കുന്നതോടുകൂടെ സുൽത്താനേറ്റ് ഭരണകൂടത്തിന് തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ്. ദെൻ 1208 കുത്തുബ് ഇൻവേഡഡ് ഗസ്നി. ഗോറിൽ ഭരണകൂടത്തിന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ഗസ്നിയിലേക്ക് താജുദ്ദീൻ യൽദീസിനെ പരാജയപ്പെടുത്താനുള്ള ഒരു സൈനിക മുന്നേറ്റം നടത്തുന്നു. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ he driven away Yildiz from the capital city of Gorit. ഗോറിഡുകളുടെ ക്യാപിറ്റൽ സിറ്റിയിൽ നിന്ന് താജുദ്ദീൻ യൽദീസിനെ പുറത്താക്കുവാനും അതിലൂടെ തൻ്റെ അതോറിറ്റി ഗസ്നിയിലും ഇന്ത്യയിൽ സ്ഥാപിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. മാത്രമല്ല അദ്ദേഹം സുൽത്താൻ ഗിയാസുദ്ദീൻ മഹമ്മൂദിൽ നിന്ന് ആ കാലഘട്ടത്തിലുള്ള ഗോറിഡ് ഭരണാധികാരി പേരിന് നെഫ്യൂ ഓഫ് ദി ഗോറിയുടെ നെഫ്യൂ ആയിരുന്ന ഗിയാസുദ്ദീൻ മഹമ്മൂദിൽ നിന്ന് തൻ്റെ അധികാരത്തിന് സമ്മതപത്രം കൂടെ വാങ്ങിക്കുന്നതോടുകൂടെ ഈ പ്രദേശങ്ങളുടെ സുൽത്താനായിട്ട് അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ഇഖ്തിയാറുദ്ദീൻ ഖിൽജി, പിന്നീട് തൻ്റെ സൈന്യാധിപനായിരുന്ന ഇഖ്തിയാറുദ്ദീൻ നമ്മൾ പറഞ്ഞു ബീഹാറും ബംഗാളും ഒക്കെ പിടിച്ചടക്കി എന്നുള്ളത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടെ അലി മർദാൻ ഖാൻ എന്ന് പറയുന്ന ബംഗാളിലെ പ്രധാനപ്പെട്ട ഒരു സൈനിക നേതാവ് ഡിക്ലേർഡ് ഹിംസെൽഫ് ദി ഇൻഡിപെൻഡൻസ്. തൻ്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ് സ്വയം. ഇൻ ബംഗാൾ ആൻഡ് ബീഹാർ ആൻഡ് സെലക്റ്റഡ് ലക്നോ ആസ് ഈസ് ക്യാപിറ്റൽ. അങ്ങനെ ലക്നോത്തി തൻ്റെ തലസ്ഥാന നഗരിയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇഖ്തിയാറുദ്ദീൻ ഖിൽജി ബംഗാളിനെ സ്വയം ഒരു രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കുകയും കുത്തുബുദ്ദീൻ ഐബക്കിന് വിരുദ്ധമായിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ രീതിയിൽ രാഷ്ട്രീയ പ്രതിസന്ധി അദ്ദേഹം മറികടക്കുന്നത് ബംഗാളിലെ തന്നെ ജനങ്ങൾ പിന്നീട് ഖിൽജിക്കെതിരെ ശക്തമായിട്ടുള്ള കലാപങ്ങൾ ഉണ്ടാവുകയും എന്നാൽ അതോടുകൂടെ ആ ഒരു ഭരണകൂടം അസ്തമിച്ചുകൊണ്ട് വീണ്ടും ഡൽഹിയിലേക്ക് തന്നെ തൻ്റെ സൈന്യാധിപ സംവിധാനത്തേക്ക് കൂട്ടിയോജിപ്പിക്കാൻ, ഈ റിവോൾട്ടുകളെ കടിച്ചമർത്തിക്കൊണ്ട് കൂട്ടിയോജിപ്പിക്കാൻ ഗസ്നിക്ക് സാധിക്കുന്നു, കുത്തുബുദ്ദീൻ ഐബക്കിന് സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ രീതിയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ ഭരണ കാലഘട്ടം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജനറോസിറ്റി, ദാനശീലം അദ്ദേഹത്തെ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഹി ആൾസോ നോൺ ആസ് ലാക്ക് ബക്സ് എന്നുള്ളതാണ്. ദ ഗിവർ ഓഫ് ലാക്സ്, ലക്ഷങ്ങൾ നൽകുന്നവൻ എന്നാണ് ചരിത്രം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു കാരുണ്യ സ്വഭാവം എന്നുള്ളത് കൊണ്ട് ഡ്യൂ ടു ഹിസ് ചാരിറ്റി ഓഫ് 1 lakh going to them. അത്രത്തോളം ജനറോസിറ്റി ഉള്ള ഒരു ഭരണാധികാരി കൂടെ ആയിരുന്നു കുത്തുബുദ്ദീൻ ഐബക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആൻഡ് ഓൾസോ ഈ പാട്രണൈസ് ദ ഗ്രേറ്റ് സ്കോളേഴ്സ് ലൈക്ക് ഹസൻ നിസാമി പോലുള്ള ബഹുമാനിയായിട്ടുള്ള സ്കോളേഴ്സ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ഈ started the construction of famous Qutb Minar named after the famous Sufi Saint Khwaja Qutbuddin Bakhtiyar. തൻ്റെ പേര് പോലും ഈ ഒരു സുഫി വര്യനിൽ നിന്നാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നു. അദ്ദേഹത്തോടുള്ള ബഹുമാനമാണ് കുത്തുബുദ്ദീൻ എന്ന പേര് സ്വയം സ്വീകരിക്കുവാൻ, അല്ലെങ്കിൽ ആ പേര് തനിക്ക് ഉപയോഗിക്കാനുള്ളൊരു പ്രാപ്തി ഉണ്ടാകുന്നത്. ആ ഓർമ്മയ്ക്ക് തന്നെയാണ് പിന്നീട് കുത്തുബ് മിനാർ സൃഷ്ടിക്കുന്നത്. കുത്തുബുദ്ദീൻ ബക്തിയാർ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ പരിപൂർണമായിട്ടുള്ള പ്രവർത്തികൾ പൂർത്തീകരിക്കുന്നത് ഇൽതുത്മിഷ് ആയിരുന്നെങ്കിലും ആ ഒരു സംരംഭം തുടക്കം കുറിക്കുന്നത്
ഖുത്ബുദ്ദീൻ ഐബക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കോർട്ടിലെ പണ്ഡിതനായിരുന്ന ഫഖ്റുദ്ദീൻ, ഓദർ ഓഫ് ദി താജുൽ മസായ്. താജുൽ മാസിർ നമ്മൾ പറഞ്ഞതായിരുന്നു അതിൻ്റെ സോഴ്സ് പറഞ്ഞ സമയത്ത്. താജുൽ മാസറിൻ്റെ ഓദറായിട്ടുള്ള ഹസൻ നിസാമിയും അതേപോലെ തന്നെ താരിഖുൽ മുബാറക് ഷായുടെ ഓദറായിട്ടുള്ള ഫഖ്റുദ്ദീൻ ഒക്കെ ഇദ്ദേഹത്തിൻ്റെ സദസ്സുകളിൽ പ്രബലരായിട്ടുള്ള പണ്ഡിതന്മാരായിരുന്നു. അപ്പോൾ സാഹിത്യത്തെയും രചനകളെയും നിർമ്മിതികളെയും ഒക്കെ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചൊരു ഭരണാധികാരിയായിരുന്നു ഖുത്ബുദ്ദീൻ ഐബക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യപ്പെടുന്നു? തൻ്റെ പിൻഗാമിയെ പ്രഖ്യാപിക്കുന്നു. തൻ്റെ പിൻഗാമിയായിട്ട് ആറാം ഷാ 1210 വരുന്നു. 1210 ഖുത്ബുദ്ദീൻ ഐബക്ക് മരണപ്പെടുന്നു. ബൈ റിസൾട്ട് ഓഫ് ദി ഫോൺ ഫ്രം ഹിസ് ഹോഴ്സ് വിത്ത് പ്ലേയിങ് പോളോ. ഹോഴ്സ് പോളോ കളിക്കുന്ന സമയത്ത് അദ്ദേഹം കുതിരപ്പുറത്ത് നിന്ന് വീണുകൊണ്ടാണ് മരണപ്പെടുന്നത് എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. ഈ രീതിയിൽ ഐബക്ക് വളരെ കൃത്യമായിട്ട് ഒരു ഭരണ സംവിധാനത്തെ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഗോറിൽ വംശം വിട്ടേച്ചു പോയിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രതിസന്ധിയെ മറികടന്നുകൊണ്ട് തൻ്റെ ഭരണകൂടത്തിന് പരിപൂർണമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തൻ്റെ യജമാനൻ മരിക്കുന്നത് വരേക്ക് ആ ഒരു ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഭരണം നടത്തിയൊരു വ്യക്തിയാണ് ഖുത്ബുദ്ദീൻ ഐബക്ക് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ തൻ്റെ മാസ്റ്ററുടെ, തൻ്റെ ഭരണാധികാരിയുടെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പാൻഷൻ പോളിസിയെ ഇന്ത്യയിൽ നടപ്പിലാക്കി കൊടുത്തതും പരിപൂർണതയിൽ എത്തിച്ചു കൊടുത്തതും ഖുത്ബുദ്ദീൻ ഐബക്കാണ് എന്ന് നമുക്ക് കാണാവുന്നത്. ഈ രീതിയിലാണ് ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെ ഭരണകാലഘട്ടത്തെ നമുക്ക് വായിക്കാൻ പറ്റുന്നത്. പിന്നീട് അദ്ദേഹത്തിന് പിൻഗാമിയായിട്ട് ആറാം ഷാ വരുന്നു. 1210 മുതൽ 1211 കാലഘട്ടത്തിൽ. അതിനുശേഷം പിന്നീട് അധികാരത്തിൽ വരുന്ന വളരെ പ്രബലനായിട്ടുള്ള ഭരണാധികാരിയാണ് ഷംസുദ്ദീൻ ഇൽതുത്മിഷ് എന്ന് പറയുന്ന ഇൽതുത്മിഷ്. 1211 മുതൽക്ക് 1236 വരേക്ക് ഡൽഹി ഭരണാധികാരിയായിട്ടുണ്ടായിരുന്ന സുൽത്താനേറ്റ് ഭരണകൂടത്തിലെ പ്രധാനമായിട്ടുള്ള ഭരണാധികാരിയാണ് ഇൽതുത്മിഷ്. ചരിത്രം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് തന്നെ ഗ്രേറ്റസ്റ്റ് ഓഫ് ദി സ്ലേവ് കിങ് എന്നുള്ളതാണ്. അടിമവംശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരി എന്ന് ചരിത്രം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ബിലോങ് ടു ദി ഇൽബാരി ട്രൈബ്, തുർക്കിമാൻ ട്രൈബായിട്ടുള്ള ഇൽബാരി കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം ഉള്ളത്. പിന്നീട് നെയിംഡ് ഇൽബാരി ഡൈനാസ്റ്റി, അതുകൊണ്ട് തന്നെ സ്ലേവ് ഡൈനാസ്റ്റി ഇൽബാരി ഡൈനാസ്റ്റി എന്നുകൂടെ വിളിക്കുന്നതെന്ന് നമ്മൾ പറയുകയുണ്ടായി. ഹിസ് ഹാഫ് ബ്രദേഴ്സ് സോൾഡ് ഹിം ടു ഐബക്ക്. ഐബക്കിലേക്ക് അദ്ദേഹം എത്തുന്നത് തൻ്റെ സഹോദരന്മാർ തന്നെ അദ്ദേഹത്തെ സ്മാർട്ടായിരുന്നു, എനർജറ്റിക് ആയിരുന്നു, പ്രത്യേകിച്ച് കുടുംബത്തിലെ ഏറ്റവും ബഹുമാനം കിട്ടിയിരുന്നൊരു കുട്ടിയായിരുന്നു ഐബക്ക് എന്നുള്ളത് കൊണ്ട് അതിനോട് ജലസി ഉണ്ടായിരുന്ന സഹോദരങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ അടിമ കച്ചവടക്കാർക്ക് വിൽക്കുന്നതും. അങ്ങനെ അവസാനം അത് ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെ കരങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള വളർച്ചയുടെ കാലഘട്ടമാണ്. ഇൽതുത്മിഷ് ആറാം ഷായെ പരാജയപ്പെടുത്തിക്കൊണ്ട്, ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെ മകനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ ഡിക്ലയർഡ് ഹിംസെൽഫ് ദ സുൽത്താൻ, ഡൽഹിയുടെ ഭരണാധികാരത്തെ പിടിച്ചടക്കുന്നു. He was also the first sultan to receive the investiture of the sovereign sultan of Delhi. ഡൽഹി ഭരണാധികാരികളിൽ ഖാലിഫയിൽ നിന്ന് സുൽത്താനേറ്റ് പദവി അംഗീകരിച്ച് കിട്ടിയ ഒരു ഭരണാധികാരി കൂടെയാണ് അദ്ദേഹം എന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ഖലീഫയുടെ സമ്മതപത്രം, ആ സമ്മതപത്രം ലഭിച്ചുകൊണ്ട് സോവറിൻ സുൽത്താൻ ഓഫ് ഡൽഹി എന്നുള്ള പദവി നൽകപ്പെടുന്നു അദ്ദേഹത്തിന് എന്നുള്ളതാണ്. ദിസ് ഇൻവെസ്റ്റിഗേച്ചർ ലെജിറ്റമൈസ് ഹിസ് റോൾ. അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് വലിയ സ്വാധീനം ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു.
അതേപോലെ തന്നെ അദ്ദേഹം അധികാരത്തിലേക്ക് കടന്നു വരുന്ന ഒരു ഘട്ടം കൂടെ നമുക്ക് കാണേണ്ടതുണ്ട്. ഇൻ റെക്കഗ്നിഷൻ ഓഫ് ഹിസ് സർവീസ് or services to the sultans, he was manumitted by Ghori. ഗോറി ഭരണാധികാരി മുഹമ്മദ് ഘോറി തൻ്റെ അടിമയായിരുന്ന ഇൽതുത്മിഷിന് സ്വതന്ത്രം നൽകുന്നു എന്നുള്ളതാണ്. ഘോറിയിൽ നിന്നാണ് പിന്നീട് ഐബക്ക് അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത്. ഇതിനങ്ങനെ അദ്ദേഹത്തെ അമീറുൽ ഉമറ എന്ന് പറയുന്ന വളരെ ശക്തമായിട്ടുള്ള നോബിൾസിന്റെ ഒരു പോസ്റ്റിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നു. അതിലൂടെ മന്ത്രിമാർക്കും പുരോഹിതന്മാർക്കും ഉണ്ടായിരുന്ന എതിർപ്പുകളെ മറികടന്നുകൊണ്ട്, പ്രത്യേകിച്ച് ഖാദി വജീസുദ്ദീൻ ഖാനെ പോലുള്ള ആളുകളുടെ എതിർപ്പുകളെ മറികടന്നുകൊണ്ട് അദ്ദേഹം വളരെ കൃത്യമായിട്ട് തൻ്റെ അധികാരത്തെ സ്വായത്തമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇൽതുത്മിഷിന്റെ അധികാരത്തെ നമുക്ക് 3 രീതിയിൽ കാണാവുന്നതാണ്. അല്ലെങ്കിൽ സോവറിൻ പവർ ഓഫ് ദി ഇൽതുത്മിഷ് വാസ് ബേസ്ഡ് ഓൺ 3 കാര്യങ്ങളിലൂടെയാണ് അദ്ദേഹത്തിന്റെ അധികാരത്തെ അദ്ദേഹം സ്ഥാപിച്ചെടുക്കുന്നത്. ഒന്ന്, ഹി വാസ് എലക്റ്റഡ് ബൈ ദി ഒഫീഷ്യൽസ്. ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹം നേരിട്ടായിരുന്നു നിയമിച്ചിരുന്നത് എന്നുള്ളതാണ്. മറ്റൊന്നായിരുന്നു കുഡ് ക്ലൈം ബൈ റൈറ്റ് ഓഫ് കോൺക്വസ്റ്റ് ആൻഡ് ദി പവർ ടു എൻഫോഴ്സ്. എക്സ്പാൻഷനുകളും അധികാര നിർവഹണത്തിലും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും മേൽനോട്ടവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു, ഹി വാസ് ഫോർമലി റെക്കഗ്നൈസ്ഡ് ബൈ ദി കാലിഫ് ഓഫ് ബാഗ്ദാദ്. ബാസിയ കാലിഫേറ്റ്സിന്റെ സ്വാധീനമൊക്കെ തകർന്നു പോകുന്ന ഒരു ഘട്ടത്തിലാണെങ്കിൽ പോലും മതപരമായിട്ട് ബാസിയ കാലിഫേറ്റ്സിന് അംഗീകാരം കിട്ടിയ ഒരു ഭരണാധികാരിയായിരുന്നു ഇൽതുത്മിഷ് എന്നുള്ളത് ഇന്ത്യയിൽ അദ്ദേഹത്തിന് ഭരണസ്ഥാപനത്തിനും ഭരണ നേതൃത്വത്തിനും വലിയ ഒരു അംഗീകാരം തന്നെയായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെയാണ് അദ്ദേഹം ഓഫ് ഓൾ ദി ലാൻഡ് ആൻഡ് ദ സീ എന്ന് പറയുന്ന ഇന്ത്യയുടെ കടൽ കരപ്രദേശങ്ങളുടെ ഭരണാധികാരിയായിട്ട്, സുൽത്താനായിട്ട്, സുൽത്താനി അസം ഓർ ദ ഗ്രേറ്റ് സുൽത്താൻ എന്നുള്ള പേരിലേക്ക് ഉയർത്തപ്പെടുന്നത്. ഇതാണ് ഇൽതുത്മിഷിന്റെ ഭരണകാലഘട്ടത്തിലേക്കുള്ള കടന്നുവരവിനും ഭരണം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളുടെയും പ്രധാനപ്പെട്ട ഒരു ഘട്ടമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് അദ്ദേഹം നേരിടുന്ന ചില പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങൾ കൂടെ നമുക്ക് കാണേണ്ടതുണ്ട്. ആ പ്രയാസങ്ങളാണ് ഈ ഷിഫ്റ്റഡ് ഹിസ് ക്യാപിറ്റൽ ഫ്രം ലാഹോർ ടു ഡൽഹി. പ്രത്യേകിച്ച് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായിട്ട് പിന്നീട് ഡൽഹിയെ കൊണ്ടുവരുന്നതും ഗസ്നിയിൽ നിന്നുള്ള ആക്രമണങ്ങളെ മറികടക്കാനുള്ള ഒരു സ്ഥായിയായിട്ടുള്ള സംവിധാനമായിട്ട് അതിനെ മാറ്റുന്നതുമൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അതിനെ നേരിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഐബക്കിന്റെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ട താജുദ്ദീൻ യിൽദിസ് തന്നെയായിരുന്നു. ബിക്കോസ് ഹി കൺസിഡേർഡ് ഹിംസെൽഫ് ദി സക്സസർ ഓഫ് ദി ഗോറി. ഗോറിയുടെ പിൻഗാമിയാണ് താൻ, അതുകൊണ്ട് ഗോറി പിടിച്ചടക്കിയ പ്രദേശങ്ങളുടെ അധികാരം തനിക്കാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു താജുദ്ദീൻ യിൽദിസ്. അങ്ങനെ 1214 യിൽദിസ് ലാഹോറിലേക്ക് വരികയും ലാഹോർ പിടിച്ചെടുക്കാനുള്ള പരിശ്രമം ഉണ്ടാക്കുകയും ചെയ്യുന്നു. എന്നാൽ തറൈൻ പ്രദേശത്ത് വെച്ചുകൊണ്ട് നടന്ന ഒരു യുദ്ധത്തിൽ യിൽദിസിനെ പരാജയപ്പെടുത്തി തൻ്റെ അധികാരത്തെ സംരക്ഷിക്കാൻ ഇൽതുത്മിഷിന് സാധിക്കുന്നു എന്നുള്ളതാണ്. തറൈൻ തേർഡ് എന്നൊക്കെ വേണമെങ്കിൽ ആ യുദ്ധത്തെ നമുക്ക് കാണാവുന്നതാണ്. പിന്നീട് യിൽദിസ് കീഴടങ്ങുകയും അദ്ദേഹത്തിന് ബദാമിലേക്ക് നാട് കടത്തിക്കൊണ്ട് അവിടെ നിന്ന് വധിക്കുകയും ചെയ്യുന്നതോടുകൂടെ ആ ഒരു പ്രയാസം മറികടക്കാൻ ഇൽതുത്മിഷിന് സാധിക്കുന്നു എന്നതാണ്. മറ്റൊന്നായിരുന്നു മുൾട്ടാനിലെയും ഉച്ചിലെയും ഗവർണറായിരുന്ന നാസറുദ്ദീൻ കബാച്ച. നമ്മൾ പറയുകയുണ്ടായി, ഇൽതുത്മിഷ് ഒരു വിവാഹബന്ധത്തിലൂടെ ഇവരുടെയൊക്കെ എതിർപ്പുകളെ മറികടന്നുകൊണ്ടുള്ളൊരു പോളിസിയാണ് എടുത്തിരുന്നെങ്കിൽ
കുത്തുബുദ്ദീൻ ഐബക്ക് എടുത്തിരുന്നെങ്കിൽ ഇൽതുത്മിഷ് കൃത്യമായിട്ട് അവരെ മറികടക്കാനുള്ള ശൈലിപരമായിട്ടുള്ള നടപടിയിലേക്കാണ് കിടക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. Then after the death of the Aibak, Qabacha had reoccupied his position in Punjab, and also he refused to recognize Iltutmish. ഇൽതുത്മിഷിന്റെ ഭരണത്തെ അംഗീകരിക്കാനും തനിക്ക് നഷ്ടപ്പെട്ട പഞ്ചാബ് പ്രദേശങ്ങളെ തിരിച്ച് തന്റെ അധികാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമത്തിലായിരുന്നു ഖബാച്ച ഉണ്ടായിരുന്നത്. അങ്ങനെ 1227 in 1227 ഇൽതുത്മിഷ് once again marched against Qabacha and finally he was killed. അങ്ങനെ ഖബാച്ചയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഭീഷണിയെ മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റിൽ അദ്ദേഹം സ്വയം വധിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഉച്ചിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഓടുന്നതിനിടയ്ക്ക് അദ്ദേഹം ഇൻഡസ് റിവറിനകത്ത് മുങ്ങി മരിക്കുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾ പറയുന്നു അദ്ദേഹം സൂയിസൈഡ് ചെയ്തതാണ് എന്നുള്ളത്. അതോടുകൂടെ ഖബാച്ച എന്ന് പറയുന്ന ഒരു പ്രതിരോധത്തെയും മറികടക്കാൻ ഇൽതുത്മിഷിന് സാധിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെയാണ് മുഹമ്മദ് ജൊറാരിയെ അവിടുത്തെ ഭരണമേൽപ്പിച്ചുകൊണ്ട് ഇൽതുത്മിഷ് തലസ്ഥാന നഗരിയിലേക്ക് മടങ്ങി വരുന്നത്. മറ്റൊന്ന് പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എതിർപ്പായിരുന്നു ബംഗാളിൽ നിന്നുള്ള എതിർപ്പ്. ബംഗാളിലെ അലിമർദാന്റെ അധികാരം ശക്തി വർദ്ധിപ്പിക്കുകയും സ്വയം താൻ അവിടുത്തെ സോവറൻ സുൽത്താനാണ് എന്ന്, അല്ലെങ്കിൽ ഭരണാധികാരിയാണെന്ന് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ചില പ്രവൃത്തികൾ ഉണ്ടാകുന്നു. അതിലേറ്റവും പ്രധാനമായിട്ട് സ്റ്റേക്ക് ദി കോയിൻസ് ആൻഡ് റീഡ് ഹിസ് നെയിം ഇൻ ഫ്രൈഡേ ഖുത്ബ. വെള്ളിയാഴ്ച ഖുത്ബയിൽ അദ്ദേഹത്തിന്റെ പേര് പറയുകയും അതേപോലെ തന്നെ നാണയങ്ങൾ അടിച്ചിറക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഒരു സ്വതന്ത്ര ഭരണാധികാരിയായിട്ട് അദ്ദേഹം ബംഗാൾ പിടിച്ചിറക്കി നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളത്. എന്നാൽ അതിനെതിരെ 1225 മുതൽക്ക് കൃത്യമായിട്ടുള്ള ഇടപെടലുകളിൽ സൈന്യത്തെ അയക്കുകയും ആ സൈന്യങ്ങളൊക്കെ പരാജയപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അവസാനം ഇൽതുത്മിഷ് തന്നെ നേരിട്ട് ഈ ഒരു എതിർപ്പിനെ മറികടന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ അധികാരത്തെ പുനഃസ്ഥാപിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതോടുകൂടെ ബംഗാളിന്റെ ഒരു പ്രതിസന്ധിയെ മറികടന്ന് മുന്നേറാനുള്ള ഒരു പ്രാപ്തി ഇൽതുത്മിഷിനുണ്ടാകുന്നു. അതിനുശേഷം പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു ഇന്ത്യയിലെ രജപുത്ത് ഭരണകൂടങ്ങളുടെ തകർച്ച, അതല്ലെങ്കിൽ അവരുടെ എതിർപ്പിന് ഇൽതുത്മിഷ് മറികടന്നത് എങ്ങനെയാണുള്ളത്. ഐബക്കിന് ശേഷം പിന്നീട് രജപുത്തുകൾ തങ്ങളുടെ അധികാരത്തെ സ്ഥാപിക്കാൻ, കാരണം ഗോറി അധികാരം ഏൽപ്പിച്ചു പോയ ഐബക്ക് മരണപ്പെടുകയും പൃഥ്വിരാജ് ചൗഹാനോട് കൂടെ നഷ്ടപ്പെട്ടിരുന്ന പ്രതാപ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യണമെന്നുള്ളൊരു താല്പര്യമായിരുന്നു യഥാർത്ഥത്തിൽ രജപുത്ത് ഭരണകൂടത്തിനുണ്ടായിരുന്നത്. അവർ കലിഞ്ചാറിലെയും ജോധ്പൂരിലെയും നോർത്ത് അൽവാറിലെയും ഒക്കെ ഭരണാധികാരികൾ ശക്തമായിട്ടുള്ള വിപ്ലവങ്ങളും കലാപങ്ങളുമൊക്കെ ഈ ഭരണകൂടത്തിനെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്നു. ദെൻ 1226 ഇൽതുത്മിഷ് ശക്തമായിട്ടുള്ള ഒരു സൈന്യത്തെ അയച്ചുകൊണ്ട് ഈ ഭരണകൂടങ്ങളെ പരാജയപ്പെടുത്തുന്നു. അങ്ങനെ രത്തൻപൂരും മൻഡോർ അടക്കമുള്ള പ്രധാന രജപുത്ത് തലസ്ഥാന നഗരികളെ പിടിച്ചടക്കാനും അതിലൂടെ തൻ്റെ അധികാരത്തെ നിലനിർത്തുവാനും അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ്. അജ്മീരിലും അതേപോലെ തന്നെ വളരെ കൃത്യമായിട്ട് താഞ്ചീറിലുമൊക്കെ ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനെയൊക്കെ മറികടക്കുന്നതിനുള്ള പ്രയത്നം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. 1231 ഗോളിയോറിലെ ഉപരോധ പ്രവർത്തനങ്ങൾ വിജയത്തിലാക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. അങ്ങനെ ചന്ദേല റൂളേഴ്സിനെയും ചാലുക്യ റൂളേഴ്സിനെയും ഒക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് തന്റെ അധികാരത്തെ സ്ഥാപിക്കാൻ ഇൽതുത്മിഷിന് സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ രീതിയിൽ ഔദിലേക്കൊക്കെ തന്റെ അധികാരം കൊണ്ടുവരാനും ചാന്ദ്വാര ഭരണകൂടത്തിന് നിയന്ത്രിക്കാനുമൊക്കെ ഇൽതുത്മിഷിന് സാധിക്കുന്നതോടുകൂടെ രജപുത്തുകളുടെ ഒരു ഭീഷണിയെ മറികടന്നു പോകുന്നു എന്നുള്ളതാണ്.
മറ്റൊന്നായിരുന്നു വളരെ പ്രധാനമായിട്ടൊരു ഭീഷണിയായിരുന്നു മംഗോൾസിനെതിരെയുള്ള, അല്ലെങ്കിൽ മംഗോളിയന്മാർ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് കടന്നു വന്നത് ഇൽതുത്മിഷിൻ്റെ കാലഘട്ടത്തിലായിരുന്നു എന്നുള്ളതാണ്. സെൻട്രൽ ഏഷ്യക്ക് അതിശക്തമായിട്ടുള്ള, നമുക്കറിയാം, നമ്മൾ പറഞ്ഞതാണ്, ബാഗ്ദാദ് തലസ്ഥാന നഗരി അബ്ബാസിയ ഭരണകൂടത്തിന് തകർച്ചയിലേക്ക് നയിച്ച് 1258 മംഗോളിയൻ ഇൻവേഷനാണ് ഖുലാ ഖാൻ നേതൃത്വം നൽകിയിട്ടുള്ള ആ ഒരു പോരാട്ടം, സെൻട്രൽ ഏഷ്യ പിടിച്ചടക്കുക എന്നുള്ള അവരുടെ ഒരു പോരാട്ട വീര്യം തന്നെയാണ് അവരെ ഇന്ത്യയിലേക്കും കൊണ്ടുവരുന്നത്. എന്നാൽ കൃത്യമായിട്ട് അതിനെ തടയിടാൻ ഇൽതുത്മിഷിന് സാധിച്ചു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അച്ചീവ്മെന്റ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. മറ്റൊന്നായിരുന്നു ഖമാസിൻ ഭരണാധികാരിയായിട്ടുള്ള ജലാലുദ്ദീൻ മംഗബർണിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വീണ്ടും മംഗോളിയൻസ് കടന്നു വരുന്നു. മംഗബർണി ഇൽതുത്മിഷിന്റെ സഹായം ചോദിക്കുകയും അദ്ദേഹത്തിന് ഷെൽട്ടർ കൊടുക്കണമെന്ന് പറയുകയും ഇൽതുത്മിഷ് കൃത്യമായിട്ട് മംഗോളിയൻസിന്റെ സ്വഭാവം അറിയുന്നത് കൊണ്ട് അത് സാധ്യമല്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നതോടുകൂടെയാണ് ഒരു പരിധിവരേക്ക് ഈ പ്രശ്നം അവിടെ അവസാനിക്കുന്നത് എന്നുള്ളതാണ്. അതോടുകൂടെ മംഗോളിയൻസ് നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് ഇന്ത്യയിലേക്ക് കടന്നു വരാനുണ്ട്. ലാഹോറിൽ നിന്ന് തന്നെ തിരിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നീട് ഇൽതുത്മിഷിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു നാണയ സംവിധാനം തുടക്കം കുറിച്ച സുൽത്താനേറ്റ് ഭരണാധികാരിയാണ് ഇൽതുത്മിഷ് എന്നുള്ളത്. തക്ക എന്ന് പറയുന്ന 175 ഗ്രാം, പിന്നീട് റുപ്യ അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പിയുടെ ഒക്കെ ഒരു മുൻഗാമി എന്നൊക്കെ പിന്നീട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ഈ സിൽവർ കോയിൻ അടിച്ചിറക്കിയത് അദ്ദേഹമായിരുന്നു. പിന്നീട് ഇൽതുത്മിഷിന്റെ കാലഘട്ടത്തിൽ അത് ഗോൾഡ് കോയിനാക്കിയിട്ട് മാറുന്നുണ്ട്. അതേപോലെ തന്നെ ജീത്തൽ എന്ന് പറയുന്ന ഒരു നാണയ അടിച്ചിറക്കിക്കൊണ്ടും അദ്ദേഹം ഒരു കോയിൻ സംവിധാനത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. ചെഹ്സ്ഗാനി എന്ന് പറയുന്ന ചെഹൽഗാൻസ് 40 നോബിൾസ്, 40ഓളം വരുന്ന പ്രധാനപ്പെട്ട അടിമ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ടൊരു ഷൂറ സംവിധാനം അദ്ദേഹം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഈ 40കളാണ് പിന്നീട് അടിമവംശത്തിന്റെ തകർച്ചയിലേക്കൊക്കെ നയിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിശക്തരായിരുന്നു. പലപ്പോഴും ഭരണാധികാരികളെ നിശബ്ദമാക്കിക്കൊണ്ട് അധികാരം കൈകടത്തിയിരുന്ന ഒരു വിഭാഗമായിട്ട് ഈ തുർക്കി സ്ലേവുകൾ വളർന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഒരു സംവിധാനത്തിന് തുടക്കം കുറിച്ചത് ഇൽതുത്മിഷ് ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. മറ്റൊന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു ഇൻട്രൊഡ്യൂസ്ഡ് ഇക്ത സിസ്റ്റം ഇൻ ഇന്ത്യ. സാലറിക്ക് പകരമായിട്ട് ഭൂമി കൊടുത്തുകൊണ്ട് ആ ഭൂമി, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം തങ്ങളുടെ സാലറി ആയിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രഭുക്കന്മാർക്ക് സ്ഥലം അതിനിച്ചു തീർക്കുന്ന ഒരു സംവിധാനമായിരുന്നു. തികച്ചും ഇത് ഫ്യൂഡൽ സിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. യൂറോപ്പിലുണ്ടായിരുന്ന ഫ്യൂഡൽ സിസ്റ്റം എന്ന് പറയുന്നത് ഭൂമിയുടെ പരമാധികാരം അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ അവർക്ക് തന്നെയായിരുന്നു. ഇതങ്ങനെയല്ല. ഭൂമി സുൽത്താൻ്റെ പാലസിൻ്റെ അധികാര പരിധിയിലുള്ള റോയൽ പ്രോപ്പർട്ടി തന്നെയാണ്. പക്ഷെ അതിൽ നിന്ന് തങ്ങളുടെ സൈനിക സമ്പാദ്യവും മറ്റുമൊക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് വരുമാനം ഇവർക്ക് ഉപയോഗിക്കാം എന്നുള്ളൊരു സംവിധാനമാണ് ഇക്ത സിസ്റ്റം എന്നുള്ളത്. അത് അദ്ദേഹം നടപ്പിലാക്കി ഇന്ത്യയിൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. പിന്നീട് നമ്മൾ അറിയാവുന്ന അദ്ദേഹത്തിൻ്റെ നിർമ്മിതികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹി ബിൽറ്റ് ഹോസ്ഗാസ് ഇൻ ഡൽഹി. ഹോസ്ഗാസ് പോലുള്ള നിർമ്മിതികൾ, അതേപോലെ തന്നെ കംപ്ലീറ്റഡ് കുത്തുബിനാറിനെ പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് സഹിച്ച് നമ്മൾ പറഞ്ഞതാണ്. അജ്മീർ ഷെരീഫിന്, അജ്മീരിലെ ഖ്വാജ മുഈനുദ്ദീൻ ചിസ്തിയുടെ ദർഗകളൊക്കെ പുനർനിർമ്മിക്കുന്നതിലൊക്കെ അദ്ദേഹത്തിൻ്റെ സംഭാവനകളുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല, ആദ്യമായിട്ട് ഇന്ത്യയിലൊരു സ്മാരകം പണിയിരുന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ഹി ബിൽറ്റ് ഇന്ത്യസ് ഫസ്റ്റ് ഇസ്ലാമിക് മൊസോളിയം സുൽത്താൻ ഗാർഹി ഇൻ ഡൽഹി ടു പൈ ഹിസ് സൺ നാസറുദ്ദീൻ മഹ്മൂദ്. നാസറുദ്ദീൻ മഹ്മൂദിനെ മറമാടുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മോണ്യുമെൻ്റ്, ഒരു മൊസോളിയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ മൊസോളിയം എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഈ രീതിയിലാണ് ഇൽതുത്മിഷിൻ്റെ ഭരണം എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അദ്ദേഹം 1236 ബാനിയാൻസിനെതിരെയുള്ള തൻ്റെ അവസാനത്തെ സൈനിക മുന്നേറ്റം നടത്തുന്നു. ബട്ട് ഓൺ ദ വേ ഇൽതുത്മിഷ് വാസ് അറ്റാക്ക്ഡ് ബൈ എ സിവിയർ ഇൽനസ്. എന്നാൽ അസുഖബാധിതനായിട്ട് അദ്ദേഹം മാറുകയും അങ്ങനെ ആ അസുഖത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് തൻ്റെ അന്ത്യശ്വാസം വരിക്കേണ്ടി വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെ തലസ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ചികിത്സിക്കുകയും ചെയ്തെങ്കിലും അതിൽ നിന്ന്
മറികടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ 1236 ഏപ്രിൽ 29 ഏറ്റവും പ്രബലനായിട്ടുള്ള ഈ ഒരു സ്ലേവ് ഭരണാധികാരി മരണപ്പെടുന്നു എന്നുള്ളതാണ്. അതോടുകൂടെ ലാഹോർ പ്രദേശങ്ങളിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സുൽത്താന്മാർക്കുണ്ടായിരുന്ന ഒരു സ്വാധീനം കുറഞ്ഞുകൊണ്ട് ഡൽഹിയെ തലസ്ഥാന നഗരിയാക്കി മാറ്റി ഒരു ശക്തമായിട്ടുള്ള ഭരണകൂടം ഇന്ത്യയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രൂപപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നേട്ടം തന്നെയാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡൽഹി ബിക്കേം ദ ഗ്രേറ്റസ്റ്റ് സെന്റർ ഓഫ് ലേണിംഗ് ആൻഡ് കൾച്ചർ ഇൻ ഈസ്റ്റ്. കിഴക്കൻ രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗസ്നി എങ്ങനെയാണോ ഗോറിയും മഹമ്മൂദ് ഗസ്നിയും ഒക്കെ രൂപപ്പെടുത്തിയത്, അതേപോലെ തന്നെ ഡൽഹിയെ വളരെ പ്രധാനപ്പെട്ട ഒരു വൈജ്ഞാനിക കേന്ദ്രമാക്കി വളർത്തിക്കൊണ്ടുവരാൻ പിന്നീട് സുൽത്താൻമാർക്കും മുഗളന്മാർക്കും ഒക്കെ സാധിക്കുന്നതിന് കാരണക്കാരനായത് ഇൽതുത്മിഷ് ഉണ്ടാക്കിയ അടിത്തറയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഔഫിയെ പോലെ, മൻഹാജ് സിറാജിനെ പോലെ, ഹസൻ നിസാമിയെ പോലുള്ള ചരിത്രകാരന്മാർ, പണ്ഡിതന്മാർ ഇദ്ദേഹത്തിൻ്റെ കോർട്ടിലെയും ഇദ്ദേഹത്തിൻ്റെ പാലസിലെയും പണ്ഡിതന്മാരായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം ശക്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ പണ്ഡിത സഭ എന്നുള്ളത്. പോയറ്റ്സ് ലൈക്ക് റുഹാനി, മാലിക് താജുദ്ദീൻ റസാബിനെ പോലുള്ള ആളുകൾ ഡൽഹി കാലഘട്ടത്തിൽ, ഇൽതുത്മിഷിൻ്റെ കാലഘട്ടത്തിൽ ഡൽഹിയിൽ തങ്ങളുടെ പ്രോത്സാഹനം നേടി വളർന്നവരാണ്, അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ ഡൽഹിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് വളർത്തിയ ആളുകളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അക്ഷരങ്ങളുടെ ഒരു കോട്ടം, ഒരു കേന്ദ്രമായി, വൈജ്ഞാനിക കേന്ദ്രമായിട്ട് ഡൽഹിയെ, ലാഹോറിൽ നിന്ന് തലസ്ഥാനം മാറ്റി ഡൽഹിയെ വളർത്തിക്കൊണ്ടുവരാൻ ആർക്ക് സാധിച്ചു? ഇൽതുത്മിഷിന് സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മെനി സയൻസ് ആൻഡ് ആർട്ടിസ്റ്റൻസ് ഓൾസോ ഫ്ലോക്ക്ഡ് ടു ഡൽഹി എന്ന് പറയുന്നത്, ചരിത്രം പറയുന്നത് അങ്ങനെയാണ്. ഒഴുകുകയായിരുന്നു. എവിടെ നിന്ന്? ഫ്രം ദി ബാഗ്ദാദ്, ഇസ്ലാമിക കേന്ദ്രങ്ങളിൽ നിന്ന്, ഗസ്നിയിൽ നിന്ന്, ബാഗ്ദാദിൽ നിന്നൊക്കെ ഇന്ത്യയിലേക്ക്, ഡൽഹിയിലേക്ക് പണ്ഡിതന്മാരുടെയും സൂഫികളുടെയും ഒക്കെ ഒരു ഒഴുക്കായിരുന്ന കാലഘട്ടത്തിൽ എന്ന് പറയുന്നു. ദ റിസൾട്ട് വാസ് ദാറ്റ് ഡൽഹി ബിക്കം ദ സെക്കൻഡ് ബാഗ്ദാദ്. അതുകൊണ്ട് ചരിത്രം പറയുന്നത് അക്കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ബാഗ്ദാദ്. ഹാറൂൻ അൽ റഷീദിനെ പോലുള്ള പ്രാപ്തനായിട്ടുള്ള അബ്ബാസിയ ഭരണാധികാരികൾ 1001 രാവുകളിൽ പോലും വിശേഷിപ്പിക്കപ്പെടുന്ന ബാഗ്ദാദിനെ രൂപീകരിച്ച പോലെ ആ ഒരു ഘട്ടത്തിലേക്ക് ഡൽഹിയെ മാറ്റാൻ ഇൽതുത്മിഷിന്റെ കാലഘട്ടത്തിലൂടെ സാധിച്ചു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. സെക്കൻഡ് ബാഗ്ദാദ് എന്ന് ഡൽഹിയെ വിശേഷിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു കാര്യങ്ങൾ എന്നുള്ളതാണ്. Then the Delhi Sultanate owes outline of its administrative system to Iltutmish. ശക്തമായിട്ടുള്ളൊരു ഭരണ സംവിധാനത്തിന്, ഒരു ഭരണ പരിഷ്കാര സംവിധാനം കൊണ്ടുവരുന്നതിന് ഇൽതുത്മിഷിനെയാണ് ഡൽഹി സുൽത്താനേറ്റും പിന്നീടുള്ള ഭരണാധികാരിയും കടപ്പെടേണ്ടത് എന്നും ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണത്? ഈ ഓർഗനൈസ് ദി ഫിനാൻഷ്യൽ ആൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, സാമ്പത്തികപരമായിട്ടുള്ള സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, വരുമാനം, നികുതികൾ വിളിച്ചെടുക്കുന്ന റവന്യൂ ഡിപ്പാർട്ട്മെന്റുകളും അദ്ദേഹം രൂപീകരിച്ചു വരുന്നതാണ്. ആൻഡ് ഡിവൈഡഡ് ഹിസ് എംപയർ ഇൻ ടു സെവറൽ ഇഖ്താസ് ആൻഡ് അപ്പോയിന്റഡ് ഇഖ്തിദാർസ്. അങ്ങനെ ഇഖ്തകളും ഇഖ്തിദാർ ഉദ്യോഗസ്ഥന്മാരിലൂടെ കൃത്യമായിട്ട് ഓരോ പ്രൊവിൻസുകളെ അല്ലെങ്കിൽ പ്രദേശങ്ങളെ ഭരണം നടത്താൻ അദ്ദേഹം മുന്നോട്ട് വന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. Their duty to maintain the law and order in that areas. ആ പ്രദേശങ്ങളിലെ നിയമകാര്യങ്ങൾ, നിയന്ത്രണം, സമാധാന പരിപാലനമൊക്കെ ഇവരുടെ ഉത്തരവാദിത്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആൻഡ് ഓൾസോ കളക്ട് ദ റവന്യൂ പിടിച്ചെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഇഖ്തിദാറുകൾക്കായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ രീതിയിൽ ഇന്ത്യയിലെ ഭരണ സംവിധാനത്തിന് കൃത്യമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കാൻ ഇൽതുത്മിഷിന് സാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ദെൻ മറ്റൊന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചഹസ്ഗാനി എന്ന് പറയുന്ന ദ 40 ടർക്കിഷ് നൊബിലിറ്റിയെ വളർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അത് പിന്നീട് ഭരണപരമായിട്ട് അദ്ദേഹത്തിന് മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ളത് ഒരു ഘട്ടം സത്യമാണ്. പിന്നീട് പക്ഷേ അദ്ദേഹത്തിന് പിൻഗാമികൾക്ക് അതൊരു ബാധ്യതയായിട്ട് മാറുകയും പിന്നീട് ആ സംവിധാനത്തിനെ നിർത്തലാക്കുന്ന അവസ്ഥയിലേക്ക് ബാൽബനെ പോലുള്ള ആളുകൾ മാറുകയും ചെയ്യുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഈ രീതിയിൽ ഭരണാധികാരികളെ കൃത്യമായിട്ട് നിയന്ത്രിച്ചിരുന്ന ഒരു സംവിധാനത്തെ വളർത്തിക്കൊണ്ടുവരാൻ, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഭരണാധികാരികൾക്ക് അഡ്വൈസ് കൊടുത്തുകൊണ്ട് ഭരണത്തെ നിയന്ത്രിക്കാനും ഉദ്യോഗസ്ഥ തലങ്ങളിൽ സജീവമായിട്ട് ഇടപെടാനും പറ്റിയ ഒരു സംവിധാനമായിട്ട് അത് വളർന്നു വരുന്നു പിന്നീട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്.
കോയിൻ സംവിധാനം നമ്മൾ പറഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു. പിന്നീട് ഇന്ത്യയിൽ തന്നെ ഈ ഒരു നാണയവ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചിട്ട് ഉള്ളത് ഇൽതുത്മിഷ് ആണ് എന്ന് നമുക്ക്, അല്ലെങ്കിൽ അതിനൊരു മുൻഗാമി എന്നുള്ള ഇൽതുത്മിഷിനെ കാണാവുന്നതാണ്. സോ ഇൽതുത്മിഷ് വാസ് ദ റിയൽ ആർക്കിടെക്ചർ ഓഫ് സിറ്റി ഓഫ് മെഡിവൽ ഡൽഹി. ഡൽഹി എന്ന് പറയുന്ന പട്ടണത്തെ അല്ലെങ്കിൽ ആ ഒരു കേന്ദ്രത്തെ രൂപീകരിക്കുന്നതിൻ്റെ ശില്പി തന്നെയാണ് ഇൽതുത്മിഷ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഇറ്റ്സ് മിനാററ്റ്സ്, മോസ്ക്, മദ്രസാസ്, ഖാൻഗാസ്, ടാങ്ക്സ് റോസ് ഇൻ ടു പ്രൊമിനൻസ് അണ്ടർ ഹിം. ഡൽഹിയിലെ നിർമ്മിതികൾ അത് ഏതൊക്കെ തരത്തിലുള്ളതാണെങ്കിലും ആ നിർമ്മിതികളൊക്കെ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ വളർച്ചയാണ് എന്ന് നമുക്ക് കാണാം. പിന്നീട് അതിൻ്റെ പിന്തുടർച്ചയാണ് ബാക്കിയുള്ള ഭരണാധികാരികൾ കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. He gave Delhi a cultural atmosphere which attract and absorb the Muslim talents. ഡൽഹിയിലേക്ക് പണ്ഡിതന്മാരെ അട്രാക്ട് ചെയ്യുന്ന തരത്തിൽ ഡൽഹിയെ മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് നമ്മൾ പറയുകയുണ്ടായി. And he made Delhi not only political and administrative center of Turkish Empire in India, but also the hub of its cultural activities. ഇന്ത്യ രാഷ്ട്രീയ മതകാര്യങ്ങളുടെ നേതൃത്വം മാത്രമാക്കിയിട്ടല്ല, സാംസ്കാരികപരമായിട്ടുള്ള സെൻറ്റർ ആക്കിയിട്ട് വളർത്തിക്കൊണ്ടുവരാൻ ഇൽതുത്മിഷിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇൻ ദി മെഡീവൽ ലിറ്ററേച്ചർ ഓർ ദ ലിറ്ററേച്ചർ ഓഫ് സുൽത്താനേറ്റ് പീരീഡ്, ഡൽഹി ഈസ് നെവർ റെഫേർഡ് ടു മിയർലി ഇറ്റ്സ് നെയിം. ഡൽഹി എന്ന് പറയുന്ന ഈ ഒരു കേന്ദ്രത്തെ ഡൽഹി എന്ന് ആ ലിറ്ററേച്ചറൊന്നും വിളിച്ചിട്ടില്ല. പകരം അവർ ഇറ്റ് കോൾഡ് either Hazrati Delhi, the majestic Delhi, or the city, or ഷഹർ. ഷഹർ എന്നുള്ള പേരിലോ അതല്ലെങ്കിൽ ഹസ്രത്തി ഡൽഹി എന്ന പേരിലൊക്കെയാണ് ഡൽഹിയെ വിശേഷിപ്പിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ രീതിയിലുള്ള ഒരു സാംസ്കാരിക ഉന്നമനം ഡൽഹിയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ സാധിച്ചു എന്നുള്ളത് നാം മനസ്സിലാക്കണം. കൃത്യമായിട്ട് ഒരു ഭരണകൂടത്തിന് കുത്തുബുദ്ദീൻ ഐബക്ക് തുടക്കം കുറിച്ചെങ്കിൽ പോലും അതിന് ഫൗണ്ടേഷൻ കൊടുത്തുകൊണ്ട് അതിനെ ഉറപ്പിച്ചു നിർത്തുന്നത് യഥാർത്ഥത്തിൽ ഇൽതുത്മിഷ് ആണ് എന്ന് ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ഈ ചരിത്രത്തെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ബാക്കിയുള്ള ഭരണാധികാരികളുടെ കാലഘട്ടങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ലെക്ചറുകളിൽ തുടരാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ ആമീൻ. മുഹമ്മദിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു.